ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ബോഹോ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ എടുത്തേക്കുന്ന ബേസ് എന്ന് പറയുമ്പോൾ ഒരു വെഡ്ഡിങ് കാർഡാണ്. അതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസൈൻ റഫായിട്ടൊന്ന് പെൻസിൽ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ഡിസൈനാണ് ഞാൻ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത് നമുക്ക് വരക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഞാനിവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ ഇതുപോലെ ജസ്റ്റ് ഭയങ്കര ബലം കൊടുത്തൊന്നും വരക്കണ്ട, ജസ്റ്റ് ഒരു റഫായിട്ടൊന്ന് വരച്ചാൽ മതിയാകും. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ഇതുപോലെ കണ്ടോ കുറേ പെൻസിലിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടല്ലോ. അതെല്ലാം റബ്ബർ യൂസ് ചെയ്തിട്ട് നമുക്കതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനതൊന്ന് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ്. ഇതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാനിവിടെ വൈറ്റ് കളറും ബ്രൗൺ ഷെയ്ഡും കൂടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഡിസൈനിൽ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഈ ഒരു ഷെയ്ഡ് നമ്മൾ എടുത്തു കൊടുത്തു. ഇപ്പോൾ വെഡ്ഡിങ് കാർഡ് ആയതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് അധികം സ്മൂത്താണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2 കോട്ട് എങ്കിലും നമ്മളിതിൻ്റെ ഇതിൽ കൂടെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും ആ ഒരു എന്താ പറയുക, ഒരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെ തോന്നി. അതുകൊണ്ടാണ് രണ്ടാമത് ഒരു കോട്ട് കൂടി കൊടുക്കുന്നത്. ബ്രൗൺ ഷെയ്ഡ് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ സാപ്പ് ഗ്രീനും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ലെയറിൽ നമ്മൾ കൊടുക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു 2 കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ സാപ്പ് ഗ്രീൻ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ട പിടിച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു അതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട്. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിനുശേഷം സ്കൈ ബ്ലൂവും വൈറ്റും കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് അടുത്ത ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ ആ ബോക്സ് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒരു സെക്കൻഡ് ലെയറും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ള സ്പേസ് മൊത്തം നമ്മൾ ഗോൾഡൻ യെല്ലോയും വൈറ്റും കൂടി മിക്സ് ചെയ്ത കളറാണ് നമ്മൾ കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം. ഇപ്പോൾ നടുക്ക് നമ്മളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അവിടെയായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊഴികെ വേറെ എല്ലായിടത്തും നമുക്കിതുപോലെ അടിച്ചു കൊടുക്കാം. ഈ ബോഹോ ആർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് വരക്കാനൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണിത്. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം വരക്കണ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർട്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കാണാനും അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്ന് വരക്കാൻ അറിയില്ല എന്ന് കരുതി മാറിയിരിക്കണവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ബോഹോ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. കുഷ്യനിൽ പെയിൻ്റ് ആവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അടിയിലായിട്ട് ഇതുപോലൊരു ടിന്നോ എന്തെങ്കിലും വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തത്. അത് അടിയിൽ ബേസിൽ കുഷ്യനിലോട്ട് ആവണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ വെച്ചത്. അപ്പോൾ ഈ ബ്രൗണും ഗ്രീനും കൂടി വന്നപ്പോൾ ഒരു രസമില്ലാത്ത പോലെ തോന്നി. അങ്ങനെ ആയപ്പോഴാണ് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളറൊന്നും മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ഗോൾഡൻ യെല്ലോ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്.
സോ ഇനി നമ്മൾ അതുപോലെ ഒരു സർക്കിൾ പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ടായല്ലോ, സോ അവിടെ വൈറ്റ് കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റ് കളർ പോർഷൻ ഞാനിവിടെ ഒരു 2-3 കോട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ ബോഹോ ആർട്ടിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള ലീഫാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അതിനെപ്പോഴും നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള നല്ല പുതിയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ ഈ ലീഫ് പോർഷൻ വരക്കുമ്പോൾ എടുക്കാൻ നോക്കാം. ഇതല്ലെന്നാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം എൻ്റെ 2 ബ്രഷിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം എൻ്റെ ടിപ്പ് പോർഷൻ വളരെ വിടർന്നിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിൽ അത് വരില്ല. ഞാൻ ഭയങ്കര തിന്നായിട്ടുള്ള ലീഫ് വരക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ അല്ല, നമ്മൾ വരക്കും തോറും അത് ഇങ്ങനെ വേറെ ഡിസൈനൊക്കെ ആയി വരും. ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ടായി. ഇപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് പോയി. നിർത്തിയാലോ എന്ന് കരുതി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തുടങ്ങിയാലേ നമുക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ പറ്റുമോ. സോ അങ്ങനെ ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇതിനെക്കാട്ടും വലിയ സൈസുള്ള ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ട് വരച്ചു. അപ്പോൾ ഈ തണ്ട് പോലെ വന്ന ഭാഗമുണ്ടല്ലോ, അവിടെ ആയിട്ടൊക്കെ ഞാൻ ഗ്യാപ്പ് ഇട്ടു. കാരണം അതൊക്കെ എപ്പോഴും 0 സൈസായിട്ടുള്ള ബ്രഷ് അല്ലെങ്കിൽ നല്ല ടിപ്പൊക്കെ നല്ല വൃത്തിക്കുള്ള ബ്രഷാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെയും 0 സൈസുള്ള ബ്രഷ് എടുത്തിട്ട് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരക്കാൻ തുടങ്ങി. അങ്ങനെ എഡ്ജസും കാര്യങ്ങളൊക്കെ ഷേപ്പ് കൊടുത്ത് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഭംഗി വെച്ചൊക്കെ വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ വീണ്ടും ആ കോൺഫിഡൻസ് ലെവൽ പിന്നെയും വർദ്ധിച്ച് വരാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നേരത്തെ തന്നെയെല്ലാം മെനകേട് മാറി കിട്ടിയ പോലെ തോന്നിയിപ്പോൾ. അപ്പോൾ ആ തുമ്പ് ഭാഗമൊക്കെ ഇങ്ങനെ വിടർന്നാണ് പൊതുവേ ഇതിൻ്റെ ഇരിക്കുന്നത്. സോ ആ ഭാഗമൊക്കെ ഒന്ന് കൂർപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ ലീഫ് വരക്കണമെന്നായിരുന്നില്ല വിചാരിച്ചത്. ഒരു ചെറിയ സൈസിലുള്ള ഒരു ലീഫ് വരക്കാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ ബ്രഷ് എന്നെ ചതിച്ച് വന്നപ്പോൾ ഇത്രയും വലിയൊരു ലീഫിൻ്റെ ഡിസൈനായിപ്പോൾ. എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ലല്ലോ. ജീവിതം ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിട്ട് അതൊക്കെ അഡ്ജസ്റ്റബിളായി വരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഗൈസ്. കണ്ടോ, അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ വാർണിഷ് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളൊരു വെഡ്ഡിങ് കാർഡിനെ നമ്മളൊരു ക്യാൻവാസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.